കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. രാവിലെ ആനവണ്ടിക്ക് പോരുവാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് വന്ന അപ്പോൾ അവിടെ വെച്ചൊരു ചേട്ടനെ കണ്ട്. പുള്ളി പള്ളിക്കത്തോടാണെന്ന് പറഞ്ഞു. നേരെ പുള്ളിയുടെ ഉള്ള ലിഫ്റ്റ് അടിച്ച് ഇവിടെ വരെ എത്തിയതാണ്. പോരുന്ന വഴിക്ക് മഴയായിരുന്നതിനാൽ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒട്ടും എടുക്കാനും പറ്റിയില്ല. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ആർത്തലയ്ക്കുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. 26 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനുള്ള പ്രവേശന ഫീസായിട്ട് വരുന്നത്. സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 13 രൂപയെ അവർക്ക് വരുന്നുള്ളൂ. അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടേ. എത്ര പൊളിയാണെന്ന് നോക്കിയേ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, അടിപൊളിയല്ലേ. നോക്ക് മാനെ, എന്താ വ്യൂ. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ഏകദേശം 100 അടി ഉയരത്തിൽ നിന്നുമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്നത്. എന്താ അല്ലേ. പള്ളിക്കത്തോടിൽ നിന്നുള്ള 2 തോടുകൾ ഒന്നിച്ച് മുന്നോട്ട് ഒഴുകി ഇവിടെ വന്ന് നേരെ താഴോട്ട് പതിക്കുന്നതാണ് കേട്ടോ അരുവിക്കുഴി വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത്. എത്ര ഭംഗിയല്ലേ ഇവിടെ കാണാൻ. നോക്കിക്കേ, താഴെ കണ്ട ഒരു വാച്ച് ടവർ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നത്. ഇവിടെ വരുന്നവർക്ക് പൂർണ്ണമായ സുരക്ഷയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളുടെ നടുവിൽ നല്ല ഒരു അടിപൊളി വെള്ളച്ചാട്ടം. ഇവിടെ കണ്ടാൽ ശരിക്കും ഒരു ഭയങ്കര ഫോറസ്റ്റ് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. എന്നാ തെറ്റി കേട്ടോ, ഈ ചുറ്റും കാണുന്ന റബ്ബർ തോട്ടമാണ്. എത്ര ഭംഗിയാണിത്. ആ മരത്തിൻ്റെ ചില്ല അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് കാണാൻ. തൂവെള്ള പാൽ നിറത്തിലാണ് ആ വെള്ളം പതഞ്ഞൊഴുകുന്നത്. നോക്കിക്കേ, ശരിയല്ലേ. എത്ര പ്രാർത്ഥിച്ചിട്ടും ക്ഷമിച്ചിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്തത്ര സങ്കടങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നല്ലൊരു മോചനം നേടുവാനായിട്ട് ഇതുപോലുള്ള നല്ല അടിപൊളി കൊച്ചു കൊച്ചു യാത്രകൾ നടത്തുന്നത് നമുക്കേവർക്കും വളരെയധികം ഉപകാരം ചെയ്യും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് മാറുന്നില്ലാത്ത സങ്കടവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോയിരിക്കും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു. എന്തൊരു ഭംഗിയല്ലേ ഇവിടെ വന്നു കഴിയുമ്പോൾ കാണുന്നത്. നോക്കിക്കേ, ഞാൻ വന്ന ഒരു ഇടദിവസമാണ് കേട്ടോ. അല്ലാത്ത ദിവസമൊന്നും ഇവിടെ നിന്ന് തിരിയാൻ മേലാത്ത എത്ര ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഒന്നും പറയുകയും വേണ്ട, അതുപോലെ ആളായിരിക്കും. മാറാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് കുളിക്കുവാനൊക്കെ പറ്റും കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നടന്ന് മടുത്തെങ്കിൽ നമുക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ ധാരാളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ പൊളി വൈബാണ് ഇവിടെ. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം. നോക്ക് മാനെ, തൂവെള്ള പാൽ നിറത്തി താഴോട്ട് തട്ടുതട്ടായിട്ട് ഒഴുകി വീഴുന്ന വെള്ളം. എന്തൊരു പൊളി വൈബ് കാഴ്ചയാണെന്നോ. കോട്ടയം ജില്ലക്കാരുടെയൊക്കെ ഒരു ഭാഗ്യം എന്താ അല്ലേ. അവർക്കൊക്കെ എപ്പോൾ വേണേലും വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരാലോ. കണ്ടോ, അവിടെ ഒരു ഇരുമ്പുപാലം കണ്ടോ. വെള്ളച്ചാട്ടത്തിന്റെ മറു സൈഡിലോട്ട് പോകുവാനായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഇരുമ്പുപാലം. അതേ കയറി എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഇടമാണെന്ന് ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയും തൂക്കി നേരെ ഇങ്ങോട്ട് പോരെ, അപ്പം അറിയാം. കോട്ടയത്ത് നിന്നും 22 കിലോമീറ്റർ അകലെയാണ് കേട്ടോ പള്ളിക്കത്തോട് അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. കോട്ടയം കുമളി റോഡിൽ പാമ്പാടിയിൽ നിന്നും തിരിഞ്ഞ് 8 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടേക്കുള്ള ദൂരം. ഇപ്പൊ കാണുമ്പോൾ ഈ വെള്ളച്ചാട്ടം ശകലം ശാന്തമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ. എന്നാൽ നല്ല മഴയുള്ളപ്പോഴാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഇതിൻ്റെ ഭയങ്കരമായ രൗദ്രഭാവം എടുക്കുന്നത്. ആ സമയത്തൊന്നും നമ്മളെ ഇങ്ങോട്ട് എന്തായാലും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. ചുറ്റിനും എന്ത് നല്ല പച്ചപ്പാണെന്ന് നോക്കിക്കേ. വല്ലാത്തൊരാകർഷണമല്ലേ. എത്ര പൊളിയല്ലേ. പത്തനംതിട്ട ജില്ലയിലും ഒരു അരുവിക്കുഴി വെള്ളച്ചാട്ടമുണ്ട്. അതുമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇതൊരു 1.5 പൊളി വൈബ് കാഴ്ചയല്ലേ. പ്രകൃതി നന്നായിട്ട് കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലമാണിത്. നേരല്ലേന്ന് നോക്കിക്കേ മാനെ. കോട്ടയം ജില്ലാ ടൂറിസം പ്രൊമോഷന്റെ കീഴിലാണ് കേട്ടോ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം വരുന്നത്. അരുവിക്കുഴി എന്ന വാക്കിന്റെ അർത്ഥം ആഴമുള്ള നീരൊഴുക്ക് എന്നാണ്. അരുവി എന്ന ജലപ്രവാഹമാണെന്നും കുഴി എന്ന ആഴമുള്ള ധാരെന്നുമാണ്. വളരെ വളരെ ഹൃദ്യമായ കാലാവസ്ഥയും എപ്പോഴും വീശുന്ന തണുത്ത കുളിർമയുള്ള കാറ്റും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി അരുവിക്കുഴിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പൊളിയല്ലേ. ധാരാളം പക്ഷികളുടെ ചിലപ്പൊക്കെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് കേൾക്കത്തില്ല. വെള്ളത്തിൻ്റെ ചിലപ്പ് അത്രമാത്രയ്ക്കുണ്ടേ.
എന്തു ഭംഗിയല്ലേ വെള്ളം അങ്ങ് താഴോട്ട് പതഞ്ഞ് ചാടി ഒഴുകുന്ന കാണാൻ തന്നെ. അവിടെയൊന്നും ഒട്ടും ആഴമില്ല കേട്ടോ. നമുക്കൊക്കെ അവിടെ ഇറങ്ങി എന്ന് വേണേൽ ഈസി ആയിട്ട് കുളിക്കാനൊക്കെ പറ്റും. ഞാൻ തോർത്തെടുത്തില്ല, അതുകൊണ്ടാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം. കാണുമ്പോൾ അവിടെ നല്ല ആഴമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? എന്നാൽ പേടിക്കണ്ട, അവിടെ ഒട്ടും ആഴമില്ല കേട്ടോ. ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പൊള്ളി കാഴ്ച തന്നെയാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്താണ്ടല്ലോ, അത് ഒന്നൊന്നര ഒരു പൊളി ഫോട്ടോ തന്നെയായിരിക്കും കേട്ടോ. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ആളുകൾ വരും. നിന്ന് തിരിയാനുള്ള ഇടം കിട്ടത്തില്ല, അതുപോലെ തിരക്കാണേ. എന്താല്ലേ, ഈ പാറയുടെ മുകളിലോട്ട് അള്ളിപ്പിടിച്ച് കയറിപ്പോയാലത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും കപ്പിൾസിൻ്റെയും കാമുകന്മാരുടെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ശരിക്കും എനിക്കിവിടുന്ന് പോകുവാനേ തോന്നുന്നില്ല, അത്രയ്ക്കും പൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെ. ഒരു വല്ലാത്ത തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മുടെ ദേഹത്തേക്കൊക്കെ തട്ടിയടിക്കുന്നത്. കണ്ടോ ആ പാറക്കൂട്ടങ്ങളെയൊക്കെ തൊട്ട് തഴുകി തലോടി താഴോട്ട് പതഞ്ഞ് പതഞ്ഞ് വെള്ളം ഒഴുകിപ്പോകുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണതേ. യാത്രകൾ എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലെ മാനസിക പിരിമുറുക്കത്തെ അകറ്റിക്കളയുന്നു. യാത്ര വെറും ഷോയല്ല, ദീർഘായുസിനും മനഃശാന്തിക്കും എല്ലാം ബെസ്റ്റ് യാത്ര തന്നെയാണ്. ഓരോ യാത്രയും പുതിയൊരു തുടക്കമാണ്. അടുത്ത യാത്രയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം.